ന്യൂ SCERT സിലബസ് ക്ലാസ് 9 ഹിസ്റ്ററി ചാപ്റ്റർ 1 ലോകത്തിൻ്റെ നെറുകയിൽ. ഇതാണ് ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരദേശ സമതലങ്ങളും ദ്വീപുകളും. ഇത്രയുമാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമിർ പീഠഭൂമിയാണ്. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയുടെ നീളം എത്രയാണ്? ഏകദേശം 2400 കിലോമീറ്ററും വീതി 150 മുതൽ 400 കിലോമീറ്റർ വരെയുമാണ്. ഇത് വ്യാപിച്ചു കിടക്കുന്നത് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തിരിക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയിൽ ഒന്നാമത്തത് ഉത്തരപർവ്വത മേഖലയാണ്. ഈ ഉത്തരപർവ്വത മേഖലയെ 3ആയി തിരിക്കാം: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയം, ആൽപ്സ് എന്നിവ. സമുദ്രത്തിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഭൂരൂപം പർവ്വതമാവണമെങ്കിൽ 900 മീറ്ററിന് മുകളിൽ ഉയരമുണ്ടാവണം. ട്രാൻസ് ഹിമാലയം, ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ 3ആയി തിരിക്കാം: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അതിൽ ട്രാൻസ് ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം. ടിബറ്റൻ ഹിമാലയത്തിൻ്റെ ഉയരം ഏകദേശം 5000 മീറ്റർ ഉയരവും 40 കിലോമീറ്റർ വീതിയുമാണ്. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് കാരക്കോറം നിരയാണ്. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? കാരക്കോറം നിര. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 സമാന്തര പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ 3ആയി തിരിക്കാം എന്ന് പറഞ്ഞു. ഒന്നാമത്തേത് ട്രാൻസ് ഹിമാലയമാണ്. രണ്ടാമത്തേതാണ് ഹിമാലയം. ഈ ഹിമാലയത്തിനെ 3ആയി തിരിക്കാം: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇതിനെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഹിമാലയത്തെ 3ആയി തിരിക്കുന്നു: ഹിമാചൽ, ഹിമാദ്രി, സിവാലിക്. ഹിമാചൽ ഉയരം വരുന്നത് 3500 മുതൽ 4500 മീറ്റർ വരെയാണ്. വീതി വരുന്നത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഹിമാചലിൻ്റെ മറ്റൊരു പേരാണ് ലെസ്സർ ഹിമാലയം. ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. 610 മീറ്റർ ഉയരമുള്ള പർവ്വതനിരയാണിത്. വീതി 25 കിലോമീറ്ററാണ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. അപ്പോൾ എന്താണ് ശിലാമണ്ഡലം? ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്ന ഭാഗത്തിനെയാണ് നമ്മൾ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. ആ ഭൗമപാളികളിലൂടെയുള്ള വലനമാണ് ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കാനുള്ള കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പോൾ ശിലാമണ്ഡലത്തിന് താഴെയുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവുമാണ്. മാൻഡിലിൻ്റെ താഴ്ഭാഗം ഏത് രീതിയിലാണ്? ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിലാണ്. ഇതിനെ നമ്മൾ പറയുന്നത് അസ്തനോസ്ഫിയർ എന്നാണ്. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. 3 തരം ഫലകാതിരുകളാണ് ഉള്ളത്. അപ്പോൾ ഫലകാതിരുകൾ ഏതൊക്കെയാണ്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. 3 തരം ഫലകാതിരുകളാണ്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിങ്ങനെ.
ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനോടടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. അപ്പോൾ ഹിമാലയ പർവ്വതം എങ്ങനെയാണ് രൂപം കൊണ്ടത്? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് ഇന്ത്യൻ ഫലകം എന്നാണ്. ഇത് എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനോട് അടുത്തു വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന, അതായത് യൂറേഷ്യൻ ഫലകത്തിനും ഉപദ്വീപീയ ഇന്ത്യക്കും ഇടയിൽ നിലകൊണ്ടിരുന്ന തെത്തീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് എന്തുണ്ടായത്? ഹിമാലയ പർവ്വതം ഉണ്ടായത്. ആഴമേറിയതും ചെങ്കുത്തായ വൻകരകളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. എന്താണ് ഗിരികന്ധരങ്ങൾ? ആഴമേറിയതും ചെങ്കുത്തായ ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഇത് ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കൂടെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പർവ്വതങ്ങളാണ് സിന്ധു നദികളാണ്. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, സത്ലജ് എന്നിവ. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നു. അപ്പോൾ പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പടിഞ്ഞാറൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന നദികളാണ് സിന്ധു, കാളി. മധ്യ ഹിമാലയത്തിലൂടെയാണ് കാളി, ടീസ്റ്റ. കിഴക്കൻ ഹിമാലയത്തിലൂടെയാണ് ടീസ്റ്റ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ്? സിന്ധു, കാളി, ടീസ്റ്റ, ബ്രഹ്മപുത്ര. പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്ന് മേഖലകളായി തിരിക്കുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തെ 3 മേഖലകളായിട്ടാണ് തിരിക്കുന്നത്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, ഹിമാചൽ. ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തെ 3 മേഖലകളായി തിരിക്കുന്നുണ്ട്. ഒന്ന്, കാശ്മീർ ഹിമാലയം. 2, ഹിമാചൽ ഹിമാലയം. 3, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയത്തെ 3ആയി തരംതിരിക്കുന്നത് കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. കശ്മീർ ഹിമാലയം. നമുക്ക് ആദ്യമായി കശ്മീർ ഹിമാലയം നോക്കാം. നമ്മൾ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയി തരംതിരിക്കുന്നുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അതിൽ ഹിമാലയത്തെ 3ആയി തരംതിരിക്കുന്നു. ഹിമാചൽ, ഹിമാദ്രി, സിവാലിക്. ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തെ അവിടുന്ന് ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി 3 വിഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. ഒന്ന്, കശ്മീർ ഹിമാലയം, പിന്നൊന്ന് ഹിമാചൽ ഹിമാലയം, പിന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയം. കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ആദ്യത്തേതാണ് കശ്മീർ ഹിമാലയം. പ്രധാന പർവ്വത നിരകളാണ് കാറക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ. കശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാറക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ. കശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാറക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേട്ടു കാറക്കോറം നിരയിലാണ്. അപ്പോൾ ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏതാണ്? അത് മൗണ്ട് കേട്ടു ആണ്. മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നു. അതിൻ്റെ ഉയരം 8611 കിലോമീറ്ററാണ്. ഇത് എവിടെയാണ്? കാറക്കോറം നിരയിലാണ്. അപ്പോൾ കശ്മീർ ഹിമാലയത്തിൽ വരുന്ന പർവ്വതനിരകളാണ്
കാറക്കോറം, സസ്കർ, ലഡാക്ക്, പീർപ്പഞ്ചൽ എന്നിവ. ഇതിൽ കാറക്കോറം നിരയിലാണ് ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെട്ടു, ഗോഡ്വിനോസ്റ്റ് എന്നറിയപ്പെടുന്ന മൗണ്ട് കെട്ടു സ്ഥിതി ചെയ്യുന്നത്. ഇനി കശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികളാണ് സിയാച്ചിൻ, ബോൾട്ടോരോ എന്നിവ. പ്രധാന ഹിമാനികൾ ഏതൊക്കെയാണ്? സിയാച്ചിൻ, ബോൾട്ടോരോ എന്നിവ. പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ജമ്മുവിനെയും കശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബനിഹൽ ചുരം. ജമ്മുവിനെയും കശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹൽ ചുരം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. കശ്മീർ ഹിമാലയത്തിലെ പ്രധാന തടാകമാണ് ദാൽ തടാകം. ദാൽ തടാകക്കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ദാൽ തടാകം ഷികാര തോണികൾക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾക്കും പ്രസിദ്ധമാണ്. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. എക്സാമ്പിൾ സോൽമർഗ്, ഗുൽമർഗ് എന്നിവ. അപ്പോൾ നമ്മൾ കശ്മീർ ഹിമാലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപ്പഞ്ചൽ എന്നിവയാണ്. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെട്ടു എവിടെയാണ്? കാരക്കോറം നിരയിലാണ്. അടുത്തത് ഹിമാചൽ ഹിമാലയം. ഈ ഭാഗത്ത് വരുന്ന പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഹിമാചൽ ഹിമാലയത്തിൽ വരുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ്. പർവ്വതനിരകളാണ് ധൗളാധർ, പീർപ്പഞ്ചൽ എന്നിവ. ധൗളാധർ, പീർപ്പഞ്ചൽ. ശുദ്ധജല തടാകങ്ങളാണ് ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ. ചുരങ്ങൾ ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ല ചുരം, കുളു താഴ്വര ലാഹുൽ സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരം എന്നിവയാണ് ഹിമാചൽ ഹിമാലയത്തിൽ വരുന്ന പ്രധാന ചുരങ്ങൾ. ഏതൊക്കെയാണ്? ബാരാലാച്ല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. റോഹ്താങ് ചുരം കുളു ലാഹുൽ സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നു. കുളു താഴ്വരയിലെ ലാഹുൽ സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. ഇനി സുഖവാസ കേന്ദ്രങ്ങൾ. ഹിമാചൽ ഹിമാലയത്തിലെ സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംല, മണാലി എന്നിവ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിലെ ചുടുനീരുറവകൾക്ക് ഉദാഹരണമാണ് നുംബ്ര താഴ്വര, മണികരൻ, ഗീർഗംഗ എന്നിവ. ഹിമാചൽ പ്രദേശത്തിലെ മണികരൻ ചുടുനീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപാദനം നടക്കുന്നുണ്ട്. മൂന്നാമത്തതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. മൂന്നാമത്തതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. കൊടുമുടികൾ ഏതൊക്കെയാണ്? നന്ദാദേവി, കാമെറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ്. ഹിമാനികളാണ് ഗംഗോത്രി, യമുനോത്രി എന്നിവ. ശുദ്ധജല തടാകങ്ങളാണ് നൈനിത്താൽ, ബിൻതാൽ എന്നിവ. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡ്യൂണുകൾ. ഡ്യൂണുകൾ എന്താണ്? നിരപ്പായ താഴ്വരകളാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡ്യൂണുകൾ. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വതച്ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. എക്സാമ്പിൾ ദയാര ബുഗ്യാൽ, ഗോർബ്സോൺ ബുഗ്യാൽ എന്നിവ. താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂഹൽസ് എന്ന് വിളിക്കുന്നു. നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ ഉത്തരപർവ്വത മേഖലയാണ് ആദ്യം പറഞ്ഞത്. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായും മൂന്നായി തിരിക്കാം: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇനി പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ
അല്ലെങ്കിൽ നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയ പ്രദേശത്തെ പ്രാദേശിക വിഭാഗങ്ങളായി തിരിക്കുന്നത് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ വരുന്ന നദിയാണ് സിന്ധു കാളി, മധ്യ ഹിമാലയത്തിലാണ് കാളി ടീസ്റ്റ, കിഴക്കൻ ഹിമാലയത്തിലാണ് ടീസ്റ്റ ബ്രഹ്മപുത്ര. അതിൽ ആദ്യത്തെ പടിഞ്ഞാറൻ ഹിമാലയം നമ്മൾ പറഞ്ഞു, ഹിമാചൽ ഹിമാലയവും പറഞ്ഞു. മൂന്നാമത്തതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറു ഭാഗം മൂന്നാമത്തതാണ് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തെ വീണ്ടും മൂന്നായി തരംതിരിക്കുന്നതാണ് കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ആദ്യത്തേത് കശ്മീർ ഹിമാലയം നമ്മൾ പറഞ്ഞു, രണ്ടാമത്തേത് ഹിമാചൽ ഹിമാലയവും പറഞ്ഞു, മൂന്നാമത്തേതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറു ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അവിടുത്തെ കൊടുമുടികളാണ് നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. ഹിമാനികളാണ് ഗംഗോത്രി, യമുനോത്രി എന്നിവ. ശുദ്ധജല തടാകങ്ങളാണ് നൈനിത്താൽ, ഭീംതാൽ എന്നിവ. ഇനി അടുത്തത് മധ്യ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അടുത്തതാണ് മധ്യ ഹിമാലയം. കാളിന്തി ടു ടീസ്റ്റ വരെയുള്ള പ്രദേശമാണ് മധ്യ ഹിമാലയം എന്നറിയപ്പെടുന്നത്. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് മധ്യ ഹിമാലയമാണ്. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമാണ്. അപ്പോൾ മധ്യ ഹിമാലയത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കാളിന്തി ടു ടീസ്റ്റ വരെയുള്ള പ്രദേശമാണ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നു. സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങളാണ് ഈ മേഖലയിലുള്ളത്. ഇതിലെ ഭാഗവും നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? അത് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അടുത്തത് മൂന്നാമത്തതാണ് കിഴക്കൻ ഹിമാലയം. ഉയരം കുറഞ്ഞ മലനിരകൾ. ടീസ്റ്റ് മുതൽ ബ്രഹ്മപുത്ര നദി വരെ അസം ഹിമാലയ എന്നും അറിയപ്പെടുന്നു. പ്രധാന കൊടുമുടിയാണ് നംച പർവ്വ. പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി. ചുരങ്ങൾ ഏതൊക്കെയാണ്? കിഴക്കൻ ഹിമാലയത്തിലെ ചുരങ്ങളാണ് ബോധിംല ചുരം. അരുണാചൽ പ്രദേശിനെ ടീസ്റ്റയിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു. ദീപു ചുരം അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്നു. അടുത്തതാണ് പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയൻ പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കുന്നുകൾ. പട്കായി, ബും, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവ ഈ കുന്നുകളിലെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങളെ ഈ ഭാഗത്താണ്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്താക്കിലാണ് കെയ്ബുൾ ലംചാവോ ദേശീയോദ്യാനം. ലോക്താക്ക് എവിടെയാണ്? മണിപ്പൂരാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക്ക്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംടി. അപ്പോൾ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക്ക്. ഇത് കേബിൾ ലംചാവോ ദേശീയോദ്യാനത്തിലാണ്. ഇത് ഏത് സ്റ്റേറ്റിലാണ്? മണിപ്പൂരാണ്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംടി എന്നറിയപ്പെടുന്നത്. ഏതാണ്? പുംടി. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നദീവ്യൂഹം. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വീരൂപ താഴ്വരകൾ
ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഹിമാലയൻ നദികൾ സിന്ധു നദി, ഗംഗാ നദി, ബ്രഹ്മപുത്ര നദി ഇവയാണ് ഹിമാലയൻ നദികൾ. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ബോഖർച്ചു ഹിമാനിയിൽ നിന്നാണ്. ഗംഗാ നദി ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ്. പോഷക നദികൾ യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി. ബ്രഹ്മപുത്ര നദി മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പോഷക നദികളാണ് ദിബാങ്, ലോഹിത്, മാനസ്. കശ്മീർ താഴ്വരയിലെ പടിഞ്ഞാറൻ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദ കേന്ദ്രങ്ങളാണ് കരേവാസ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് ഇത്. അപ്പോൾ കശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്നറിയപ്പെടുന്നത്. ഇത് കുങ്കുമ കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമാണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി കാണപ്പെടുന്നതാണ് പർവ്വതമണ്ണും വനമണ്ണുമാണ്. താഴ്വരകളിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നു. ഹിമാലയ പർവ്വത പ്രദേശത്ത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു. തുന്ദ്ര സംയോജക കലകളും തുന്ദ്ര സസ്യജാലങ്ങളും കാണപ്പെടുന്ന താഴ്വരകളിൽ അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. ഇത്രയുമാണ് ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് പ്രധാന ദേശീയോദ്യാനങ്ങൾ. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാന ദേശീയോദ്യാനങ്ങളാണ് ഡച്ചിഗാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, പൂർവാചൽ ഉത്തരാഖണ്ഡ്, കോബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. കിഴക്കൻ ഹിമാലയത്തിലാണ് കാഞ്ചൻജംഗ സിക്കിം, ദിബ്രു സൈക്കോവ അസം, ദിബ്രു സൈക്കോവ അസം, കാസിരംഗ അസം, മാനസ് അസം, കേബിൾ ലഞ്ചാവോ മണിപ്പൂർ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ എന്നറിയപ്പെടുന്നത്. ഏതാണ് ഗുജ്ജർ? 1953 മെയ് 29 ഷെർപ്പ സിംഗ് നോർഗയും എഡ്മണ്ട് പലോരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. ഹിമാലയ മേഖലകളിലെ സുഖവാസ കേന്ദ്രങ്ങളാണ് കശ്മീരിലെ ശ്രീനഗർ, പഹൽഗാം, ഗുൽമാർഗ്, ലേ. ഹിമാചൽ പ്രദേശിലെ ഡൽഹൌസി, ധർമ്മശാല, കുളു, മണാലി, ഷിംല. ഉത്തർപ്രദേശിലെ മസൂറിനെ ഉത്തരാഖണ്ഡിലെ മസൂറി, നൈനിത്താൽ, അൽമോറ എന്നിവ. പശ്ചിമ ബംഗാളിലാണ് ഡാർജിലിംഗ്, കലിംപോങ് എന്നിവ. മേഘാലയയിലെ ഷില്ലോങ്, ചിറാപുഞ്ചി, മൗസിൻഡ്രം. സിക്കിമിലെ ഗാംഗ്ടോക്ക്, യാങ്താങ് താഴ്വര, നാഥുല പാസ്. ഇത്രയുമാണ് ഹിമാലയ പർവ്വത മേഖലയിലെ സുഖവാസ കേന്ദ്രങ്ങൾ. ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഹിമാലയത്തെ 3ആയി തരംതിരിക്കുന്നു. ഹിമാലയത്തെ 3ആയി തരംതിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി 3 തരം പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കി ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി തിരിക്കുന്നു. 3 പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇതിൽ പടിഞ്ഞാറൻ ഹിമാലയത്തെക്കുറിച്ചും ഹിമാചൽ ഹിമാലയത്തിനെക്കുറിച്ചും ഉത്തരാഖണ്ഡ് ഹിമാലയം അഥവാ കിഴക്കൻ ഹിമാലയത്തെക്കുറിച്ചും പറഞ്ഞു. ഓക്കെ, ഇത്രയുമാണ് ഹിസ്റ്ററി ചാപ്റ്റർ 1 നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.